ഒരു മിനിമം 3000 to 4000 euro എക്സ്പെക്ട് ചെയ്യാം. മിനിമം B2 ലെവൽ ചോദിക്കും നിങ്ങളോട്. ഇപ്പോൾ 1 year above ആയി. ഇപ്പം ഇൻ കേസ് നമ്മുടെ ക്ലാസ് കൂടുതലാണെങ്കിൽ നമ്മുടെ പൈസ കൂടും. ക്ലാസ്സസിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു, പക്ഷേ നമ്പർ ഓഫ് ക്ലാസ്സസ് കൂടുതൽ വന്നു. ഒരു കാർ എടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ അവർ ആദ്യമേ വീണുപോയ കറന്റ് ജർമ്മനിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെന്ന് പറയാം? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്? അതെ. അതെന്താ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഒരുപാട് പൈസ ആവും എന്നാണ് പറഞ്ഞത്. കാര്യം ഞാനും എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. എടുത്തില്ലല്ലോ, ചിലപ്പോൾ എടുക്കാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നത്. അല്ലല്ലേ, എടുത്ത ആളോട് നമ്മൾ സംസാരിച്ച് നോക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മളെ കൂടെ ഇന്നുള്ളത് ജർമ്മനിയിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരാളാണ്. അപ്പോൾ നമുക്കതിന് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് കണ്ണൻ. ഹലോ. ഹായ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ജേണി? അത് ഇവിടുത്തെ ജർമ്മനിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രൊസീജിയേഴ്സ് അറിയാലോ, ഇത് ഇത്തിരി ടഫാണ്. നമുക്ക് ഒരുപാട് ബ്യൂറോക്രസിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതെ അതെ, ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് നാളായി കൊടുത്തിട്ട് ഇതുവരെ എനിക്ക് അപ്പോയിൻമെൻറ്റ് പോലും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആദ്യം അറിയാമല്ലോ, നമുക്ക് പ്രൊസീജിയേഴ്സ് വൈസ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഐ ടെസ്റ്റ് വേണം, അതേപോലെ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് കഴിഞ്ഞിരിക്കണം, അതേപോലെ നമ്മുടെ ഔസ്ലാൻഡർ ബോർഡിൽ നിന്ന് നമ്മളിവിടെ ഇത്ര നാൾ ഇവിടെ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി പോയിന്റ് എത്രയായിരുന്നു എന്നുള്ള ആ ലെറ്റർ വേണം. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഫാറർലൗബ്നിസ് ബിഹോഡയിൽ നിന്നുള്ള നമ്മുടെ സംഭവം വേണം. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കടക്കുക. അപ്പോൾ എൻ്റെ കേസ് പറയുകയായിരുന്നെങ്കിൽ യൂഷ്വലി നമ്മളൊരു എക്സ്പാക്സ് ഇവിടെ വരുമ്പോൾ ആക്ച്വലി ഇതിൽ ഒരു ഇംഗ്ലീഷ് ഡ്രൈവിംഗ് സ്കൂളിലാണ് പോകുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു അർജൻസി വന്നതുകൊണ്ടും എനിക്ക് ഇംഗ്ലീഷ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊന്ന് ഇംഗ്ലീഷിലല്ല എടുത്തത്, അല്ല ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ ആക്ച്വലി പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച് ലൈസൻസ് എടുത്ത ഒരാളെ അതൊരു ആരുമില്ല. എൻ്റെ ഒരു അർജൻസി കാരണം ഞാൻ അങ്ങനെ ചെയ്യാം. കാരണം ഇംഗ്ലീഷ് ഡ്രൈവിംഗ് സ്കൂൾസ് ഇവിടുത്തെ ഇപ്പോൾ ഒരു സിറ്റി വൈസ് നമുക്ക് പറയുകയാണെങ്കിൽ ചിലപ്പം വലിയ സിറ്റീസിൽ ഇപ്പോൾ ഡ്രസ്റ്റൺ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്പർ ഓഫ് ഇംഗ്ലീഷ് ഡ്രൈവിംഗ് സ്കൂൾസ് കുറവായതുകൊണ്ട്. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 year above ആയി. ഇവിടുത്തെ അതാണ്, ഇവിടെ ഒരു 1.5 year ആണ് മിനിമം. അപ്പോൾ എനിക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയതാണ്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് പറയായിരുന്നു. നമുക്ക് ഇത് ഫീസ് കുറവായിരിക്കും. ഫീസ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഈ പറയുന്ന കണക്ക് സിറ്റി ടു സിറ്റി നമുക്ക് കൊടുക്കുന്ന അതേ ഫീസ് തന്നെ. പിന്നെ നമ്മുടെ നമ്പർ ഓഫ് ക്ലാസ്സസ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു പാക്കേജ് പോലെയാണ് വരുന്നത്. ഇത്ര ക്ലാസ്, അതിന് ഇത്ര രൂപ. അപ്പം ഇൻ കേസ് നിങ്ങൾ അത്രയും ക്ലാസ് എടുത്തില്ലെങ്കിൽ ബാക്കി. മറ്റേ ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ എത്ര ക്ലാസ്സിന് പോകുന്നോ ക്ലാസ്സിനനുസരിച്ച് നമ്മൾ പേ ചെയ്യും. ഇപ്പം ഇൻ കേസ് നമ്മുടെ ക്ലാസ് കൂടുതലാണെങ്കിൽ നമ്മുടെ പൈസ കൂടും, നമ്മുടെ ക്ലാസ് കുറവാണെങ്കിൽ പൈസ കുറയും. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഒരാൾ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുന്ന ലൈസൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ മാത്രം ഈ ചെറിയ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇല്ലാത്തവർക്കെല്ലാം, ഫ്രഷ് ആയിട്ട് എടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു മിനിമം 3000 to 4000 euro എക്സ്പെക്ട് ചെയ്യാം. മറ്റവർക്ക് ഒരു 2000 to 3000 റേഞ്ചും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എറൗണ്ട് എല്ലാം എങ്ങനെ വന്നാലും ഒരു 3500 euros എന്തായാലും കുറഞ്ഞതാവും ആവറേജ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2000 to 3000, 2500 ഒരു ആവറേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പം കണ്ണൻ കൺവേർട്ട് ആണോ? ഞാൻ കൺവേർട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് കണ്ണൻ ഓൾറെഡി UK ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ എനിക്ക് പ്രോപ്പറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ കുറച്ച് ഇവിടുത്തെ ബ്യൂറോക്രാറ്റിക് ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ ലൈസൻസ് വെച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇന്ത്യയിലെ ലൈസൻസ് വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ഓക്കെ. അപ്പം ഇപ്പോൾ കണ്ണനെ എടുത്ത് വന്നത് ടോട്ടൽ അറൗണ്ട് ഒരു 3500 euros ആയി. അത് 3000-നടുത്ത് 3000 to 3200 അത്രയായി. അപ്പം ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റിയായിരുന്നു? ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. പക്ഷേ എൻ്റെ ക്ലാസ് കൂടുതലായിരുന്നു. ഞാനിപ്പം എനിക്ക് നമ്മുടെ ഇവിടുത്തെ റൂളല്ലായിരുന്നു. നമുക്ക് എവിടെയാണോ നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ ഉള്ളത് അവിടെ ആണ് നമുക്ക് ഇതെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ ജോലി സംബന്ധമായിട്ട് വേറൊരു സിറ്റിയിലായിരുന്നെങ്കിൽ കൂടിയും എനിക്ക് ഇവിടെ വന്നിട്ട് ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ക്ലാസ്സസിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു, പക്ഷേ നമ്പർ ഓഫ് ക്ലാസ്സസ് കൂടുതൽ വേണ്ടി വന്നു. ഒരുപാട് എക്സ്പെൻസ് ആയി. അങ്ങനെയാണ് എൻ്റെ എക്സ്പെൻസ് കയറിയത്. അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസ് ആവില്ല എന്നാണ്. നമ്പർ ഓഫ് ക്ലാസ്സസ് കുറവായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു 2500 ഉള്ളിൽ കയറുന്നത്. എനിക്കൊരു 1000 euros എക്സ്ട്രാ ആയിട്ട് അത് ക്ലാസ്സിൻ്റെ ബേസിലാണ്. ഞാൻ അത്രയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പം ജർമ്മനിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം ഒരു കാർ എടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആരും എടുക്കാതിരിക്കുന്നത്.
ഇപ്പം കണ്ണന് എനിക്ക് തോന്നുന്നു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ലൈസൻസ് എടുക്കുന്നത്? യെസ്, ഇപ്പം നമ്മളിപ്പോൾ ജർമ്മനിയിൽ മുഴുവനായിട്ട് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു റിക്വയർമെൻ്റ് ആണ്. പക്ഷേ അല്ലെങ്കിൽ തന്നെയും ഇപ്പം വേറൊരാൾ ഇപ്പോൾ ഒരു എഞ്ചിനീയർ അപ്ലൈ ചെയ്താൽ പോലും അവരും ഒരു എന്താ പറയുക ഇതായിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. സൈറ്റ് മാറും. യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അതോ ഒന്നും കൂടെ ആദ്യം തൊട്ട്, അതായത് ഇപ്പം നാട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും ലൈസൻസ് ഉണ്ടായിരിക്കും, അപ്പം കൺവേർട്ട് ചെയ്യുന്നതാണോ നല്ലത്, അല്ലാതെ ഒന്നും കൂടെ ബിഗിനർ ലെവലിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ? ഓഫ് കോഴ്സ് കൺവേർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തിയറി ടെസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ തിയറി ടെസ്റ്റിലേക്കും എന്ത് ചെയ്യണം, നിങ്ങൾ അത്രയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടേ തിരി. ഇതിപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് തന്നെ സെൽഫായിട്ട് പഠിച്ചിട്ട് നമുക്ക് പോയി തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് അവരവരുടെ സ്കില്ലനുസരിച്ചും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു 5-6 ക്ലാസ് നമുക്ക് അടുപ്പിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് അത്രയും ക്ലാസ്സസ് കുറച്ചെടുത്താൽ മതിയായിരിക്കും. പിന്നെ നിങ്ങളൊരു ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ലാംഗ്വേജിൽ, എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആ ഒരു ലാംഗ്വേജിൻ്റെ ബാരിയറും കൂടെ ഉണ്ട് എൻ്റെ ഇത്രയും ക്ലാസ്സസ് കൂടാനുള്ള ഒരു കാരണം. ഒരു B2 ലെവലിലെങ്കിൽ B2 ലെവൽ, അതായത് മിക്കവാറുമുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂൾസും മിനിമം B2 ലെവലിൽ ചോദിക്കും. നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ചോദിക്കും അവർ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ അവർ ആദ്യമേ വീണുപോയ രക്ഷപ്പെട്ടു, പക്ഷേ പിന്നീട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പം നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാം. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രൈവിംഗ് സ്കൂൾ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജർമ്മനിയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.